പട്ടാപ്പകൽ ആളുകൾ നോക്കി നിൽക്കെ യുവതി അതിക്രൂരമായി വകവരുത്തി ഭർത്താവ്. ഇതിന്റെ ഞെട്ടിക്കുന്ന വീഡിയോ ഫുട്ടേജസ് പുറത്തു വന്നു. റോഡിനടുത്ത് ഓവുചാലിലേക്ക് കിടത്തി അയാൾ സ്വന്തം ഭാര്യയെ കശാപ്പ് ചെയ്യുന്നത് നോക്കി നിന്നു ജനക്കൂട്ടം. നമ്മൾ നീചജീവികൾ എന്ന് വിളിക്കുന്ന തെരുവു നായ്ക്കളിൽ ഒന്നിനെ തൊട്ടുനോക്കൂ. കൂട്ടത്തോടെ അവ നമ്മളെ ആക്രമിക്കും. ഇവിടെ ആൾക്കാർ വെറും കാഴ്ചക്കാർ. ആ പെൺകുട്ടി ആരെങ്കിലും ഒന്ന് രക്ഷിക്കാൻ നിലവിളിക്കുന്ന ഒച്ച കേൾക്കാം. കൊലയ്ക്ക് ശേഷം മൃതദേഹത്തിനരികിൽ തന്നെ അയാൾ ഇരുന്നു. പോലീസ് വന്ന് അറസ്റ്റ് ചെയ്യും വരെ. ഒപ്പം കാഴ്ചക്കാരായ നാട്ടുകാരും അവിടെയുണ്ട്. പൊള്ളാച്ചിയിലാണ് സംഭവം. പൊള്ളാച്ചിയിലെ പെയിന്റിംഗ് തൊഴിലാളിയായ ഭാരതിയാണ് ഈ നടക്കുന്ന ക്രൂരത ചെയ്തത്. അവിടെ തന്നെ സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരിയാണ് ഭാര്യയായ ശ്വേത. അവർ 11 വർഷം മുൻപാണ് വിവാഹിതരായത്. ശ്വേതയ്ക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടെന്ന സംശയം കാരണം കഴിഞ്ഞ 6 മാസമായി ഇരുവരും തമ്മിൽ വഴക്കായിരുന്നു. ശ്വേത ഫോൺ എടുത്താൽ ഉടൻ ഭാരതിക്ക് സംശയമാണ്. ഈ രീതിയിൽ അടിമത്ത ജീവിതം നയിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് ശ്വേത അവിടെ നിന്ന് കുട്ടികളെയും കൊണ്ട് മറ്റൊരു വീട്ടിലേക്ക് താമസം മാറിയത്. ഇതേ തുടർന്ന് പലവട്ടം ഭാരതി ശ്വേതയെ തിരികെ വിളിച്ചു. 1 മാസം മുൻപായിരുന്നു ശ്വേത മാറിപ്പോകുന്നത്. മറ്റൊരു വീട്ടിലേക്ക് പോയതും ഭാരതിയെ വല്ലാതെ പ്രകോപിതനാക്കി. പലവട്ടം വീട്ടിലേക്ക് തിരികെ വിളിച്ചിട്ടും ചെല്ലാൻ വിസമ്മതിച്ച ശ്വേതയെ കഴിഞ്ഞ ദിവസം മക്കളെ സ്കൂളിൽ വിട്ടിട്ട് AVT റോഡിലെ സ്വന്തം ഓഫീസിലേക്ക് പോകും വഴി ഭാരതി തടഞ്ഞു നിർത്തി. തന്നോടൊപ്പം വീട്ടിലേക്ക് ചെല്ലാൻ നിർബന്ധിച്ചു. പിന്നെയും ശ്വേത പോകില്ലെന്ന തീരുമാനത്തിൽ ഉറച്ചു നിന്നു. അവർ തമ്മിലുള്ള വാക്കേറ്റം മൂത്തു. ഇതിനിടയിൽ പോക്കറ്റിൽ കരുതിയ കത്തിയെടുത്തായിരുന്നു പറയാൻ പോലും മറയ്ക്കുന്ന രീതിയിൽ അവൻ ശ്വേതയെ ആക്രമിച്ചത്. മനസ്സുകൾ അടുക്കാനും അകലാനും അധിക സമയം വേണ്ട. അകൽച്ചയിൽ നോവും ദുരന്തവുമാകുന്ന ജീവിതങ്ങളും വാർത്തകളും കേൾക്കുന്ന സഹോദരിമാരും സഹോദരന്മാരും ജീവിതത്തെ ശ്രദ്ധയോടെ മാത്രം കൈകാര്യം ചെയ്യുക എന്ന് പറയാനേ നമുക്ക് കഴിയൂ. പോലീസ് സ്ഥലത്തെത്തി കയ്യിൽ വിലങ്ങ് വയ്ക്കുമ്പോൾ ഭാരതി മുഖം പൊത്തി വിതുമ്പുന്നുണ്ടായിരുന്നു. ഇൻക്വസ്റ്റ് തയ്യാറാക്കി മൃതദേഹം ഓട്ടോപ്സിക്കായി മാറ്റി. ഇവിടെയും വേദന കൊണ്ട് പിടയുന്ന ജീവിതം ബാക്കിയാകുന്ന 2 മക്കളുടെ കഥനകഥയെ ഓർത്ത് നമുക്കും വേദന മാത്രം.